സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ NCERT എക്സസൈസ് പാർട്ടിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 14th ക്വസ്റ്റ്യൻ ആണിത്. ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? A stone is released from the top of a tower of height 19.6 centimeter. Calculates its final velocity just before touching the ground. ഒരു കല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടവറിൻ്റെ മേലെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോൺ ഈസ് റിലീസ്ഡ്. ഇതിങ്ങനെ വിടുവാണ്, ജസ്റ്റ് നമ്മളിങ്ങനെ ഡ്രോപ്പ് ചെയ്യാണ്, അത് വിടുവാണ്. അത് നമ്മളിങ്ങനെ എടുത്തെറിയുന്നല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഡ്രോപ്പിംഗ് അല്ലെങ്കിൽ റിലീസ്ഡ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. അതെപ്പോഴും കൺഫ്യൂഷൻ വരുന്നതുമാണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു, ഇനീഷ്യൽ വെലോസിറ്റി ഏതാണ് അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഏതാണെന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ സ്റ്റോൺ ഈസ് ത്രോൺ വിത്ത് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് വെലോസിറ്റി തരുവാണെങ്കിൽ അത് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. 10 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിൽ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇവിടെ എന്താണ്, ഒരു ഹൈറ്റിൽ നിന്ന് ഇറ്റ് ഈസ് റിലീസ്ഡ് അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഡ്രോപ്പ്ഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഗിവൺ എന്താണെന്ന് എഴുതണം ആദ്യം തന്നെ. ഗിവൺ u ഈസ് ഈക്വൽ ടു 0 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, ഇനി എവിടെ നിന്നാണ് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കല്ല് താഴേക്ക് വീഴുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കല്ല് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ അത് ട്രാവൽ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണപ്പോൾ? അത്രയും ഹൈറ്റ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ട്, 19.6 മീറ്റർ ആണ്. ഇനി ഇങ്ങനെ താഴേക്കും മേലേക്കും എറിഞ്ഞ കല്ലുകൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആവുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ ഒരു ഇൻഫർമേഷൻ കൂടി ഉണ്ടാവും. എന്താണത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കല്ല് താഴേക്ക് വീഴുകയാണ്, കല്ല് മേലേക്ക് പോവുകയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവായിട്ട് എടുക്കണം. താഴേക്ക് വരുവാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവാണ്. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ വെലോസിറ്റി ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട്. അതായത് നമുക്കറിയാം, പെട്ടെന്ന് നമ്മളൊരു കല്ല് മേലേക്ക് എറിഞ്ഞ് താഴെ എത്തുമ്പം വെലോസിറ്റി എത്രാന്ന് ചോദിക്കുമ്പം 0 അല്ലേന്ന് നമുക്കൊരു ചിന്ത വരും. അത് ഗ്രൗണ്ടിലെത്തി ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിന് ചെയ്യാമോ? ചിലപ്പോൾ ഗ്ലാസ് ഫ്ലോറിലാണ് വീഴുന്നതെങ്കിൽ ഗ്ലാസ് ഫ്ലോർ പൊട്ടിപ്പോവാം അല്ലേ. കോട്ടൻ്റെ മേലെയൊക്കെയാണ് വീഴുന്നതെങ്കിൽ അതിനൊരു കുഴിവ് വരാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് കല്ല് സ്റ്റോപ്പ് ആകുന്നുള്ളൂ അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ മേലേന്ന് റിലീസ് ചെയ്ത കല്ലിന് ജസ്റ്റ് ഫ്ലോർ തൊട്ടില്ല എന്ന് പറയുന്ന ആ ഒരു കേസിൽ അതിന് മാക്സിമം വെലോസിറ്റി ഉണ്ടാവും, ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ വെലോസിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതൊരിക്കലും 0 അല്ല കേട്ടോ. അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? u ഉണ്ട്, s ഉണ്ട്, a ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. v ഈസ് ഈക്വൽ ടു u + at. ടൈം തന്നിട്ടില്ല, അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ അടുത്ത ഇക്വേഷൻ v² ഈസ് ഈക്വൽ ടു u² + 2as. അത് ഉപയോഗിക്കാമല്ലോ, കാരണം എല്ലാ ഇൻഫർമേഷൻസും ഗിവൺ ആണ്. v² ഈസ് ഈക്വൽ ടു u² + 2as. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v തന്നെയാണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. u എത്രയാണ്? 0 ആണ്. അപ്പോൾ 0² 2 × 9.8 × 19.6 എന്ന് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 384.16 കേട്ടോ. v²ൻ്റെ വാല്യൂ 384.16 എന്നാണ് കിട്ടുക. ഇനി ഇത് v² തന്നു കഴിഞ്ഞാൽ v എങ്ങനെ കണ്ടുപിടിക്കും? v കണ്ടുപിടിക്കാൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 19.6 മീറ്റർ/സെക്കൻഡ്. ഇത് ഒരു റിലേറ്റീവ്ലി സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു കേട്ടോ. മുമ്പ് ചെയ്ത പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല. ജസ്റ്റ് സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു.